keep a diary. Seems like a fantasy, but it may require some love and desire. It's something to cover me. There's never a guarantee that loving is so easy. Some may define it as sugar and brownies, but hard just as slimy. Ooh, no, no, no. No freeze, no denial, just something to gladden me. I feel electricity, your lighting is guiding me. I feel that I like it, no place we can hide it, so hard not to find it. Ooh, no, no, no. Ooh, no, 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 no. No, no, no. Sun and moon, we like to see each other shine. We have to go when the days that follow. We have to try to make things right. I'll sing to you like ooh, no, no, no. Ooh, no, 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 no. അവരുടെ ഭാവി ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ രണ്ട് കുടുംബങ്ങളെയും ഇന്ന് വന്നു ചേർന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാനയിലെ കല്യാണത്തിൻ്റെ അങ്ങേക്ക് കരം ഞങ്ങളുടെ എല്ലാ മക്കളുടെ മേലുണ്ടായിരിക്കണമേ. ഇന്നത്തെ എല്ലാ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റി തരുവാനുള്ള കൃപയും അനുഗ്രഹവും ഈ കുടുംബത്തിനും നിങ്ങൾ വന്നു ചേർന്ന സകല മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അമ്മേ മാതാവേ, അമ്മയുടെ നീലക്കപ്പിക്കുള്ളിൽ ഞങ്ങളെ മക്കളെ പൊതിയണമേ. അവരുടെ ജീവിതം ധന്യമാക്കി കൊടുക്കുവാൻ അമ്മ കൃപ കൊടുക്കണമേ. അവരുടെ കരങ്ങൾ പിടിച്ചമ്മ നടത്തണമേ. എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചു തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
മധ്യസ്ഥനായ പിതാവേ, പിതാവായ സ്നേഹവും പരിസ്ഥാനമാണ് സഹവാസവും ഞങ്ങളുടെയും മക്കളെയും ഞങ്ങളെ ബന്ധിക്കുന്ന എല്ലാ മക്കളെയും ഉണ്ടായിരിക്കട്ടെ. അങ്ങോട്ടുള്ള പരിസ്ഥാനമായി സർവേശ്വര. I found a love for me. Well, darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass. We're listening to our favorite song. When you said you looked a mess, I whispered under. തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പപ്പയോട് അമ്മോട് സംസാരിച്ചായിരുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ പപ്പ പറഞ്ഞു, ഓക്കെ, നിൻ്റെ തീരുമാനമാണ്, നിനക്ക് അതിനുള്ള ഏജായി, പക്ഷെ നമുക്ക് നമ്മുടെ തീരുമാനത്തേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ തീരുമാനം കൂടി നമുക്കിതിൽ അറിയണം എന്ന് പറഞ്ഞിട്ട് ബൈബിൾ എടുത്തു. ഞാൻ ആകെ പേടിച്ചു പോയി, എന്തെങ്കിലും ഉണക്കുണ്ടാക്കാനായിരിക്കും എന്നുള്ളതിൽ. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തു. നേരത്തെ പ്രാർത്ഥിച്ചൊരു 1.5 പ്രാർത്ഥനയുണ്ട്. എന്നിട്ട് എങ്ങനെയോ ആ സമയത്ത് അത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിൾ എടുത്തു. അപ്പോൾ കിട്ടിയ വചനം, നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ഇത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, അങ്ങനെയുള്ള ഒരു വചനം കിട്ടിയത്. അപ്പോൾ അത് ഞാൻ ബൈബിളിൻ്റെ ഒരു എൻഡിലാണ് വായിച്ചത്. അപ്പോൾ പപ്പ പറഞ്ഞു, ബൈബിളിൻ്റെ എൻഡിൽ നിന്നാണോ വായിക്കുക, ഒരു ഹെഡിങ് തുടങ്ങണോടത്തുനിന്ന് വായിക്കുക എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പം ഞാൻ ഓട്ടക്കാനുള്ള പരിപാടിയാണ് എന്നുള്ളതിൽ ഞാൻ വിചാരിക്കണേ. പക്ഷേ എന്നിട്ട് പപ്പ വാങ്ങിച്ചിട്ട് പപ്പ വായിച്ചു. പപ്പ വായിച്ചത് ഈ ഭാഗമാണ്, ഈ ബൈബിൾ ഭാഗമായിരുന്നു പപ്പ എന്ന് വായിച്ചത്. അപ്പം ഞാൻ എന്നിട്ട് നമ്മൾ ജയിച്ചല്ലോ. അപ്പം ഞാൻ പപ്പയോട് ചോദിച്ചു, എന്തായാലും എഴുതിയിരിക്കണേ ഒന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. പപ്പ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിച്ചു. അതോടുകൂടി കാര്യങ്ങളൊക്കെ സക്സസ് ആയി. Ja, ich glaube, er ist ein guter Mann für mich und ja, ich habe das selber gefunden.
Ich habe meinen Mann selber gefunden. Deswegen ja, das freue mich sehr euch. അതായത് ആള് എനിക്ക് നല്ലൊരു ഹസ്ബൻഡ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെന്തായാലും എന്നെയും വളരെയധികം സന്തോഷപ്പെടുത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ. സെൻസ, ഇതുവരെയുള്ള നമ്മുടെ ലൈഫ് അടിപൊളിയായിരുന്നു. പക്ഷെ മാരേജ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഡിഫറെൻ്റ് ആവുമെന്ന് പറയണു. നമുക്കെന്തായാലും അടിച്ചു പൊളിക്കാം. ഇനി പള്ളിക്ക് ഇറങ്ങാനുള്ള പരിപാടികളാണ്. അപ്പോൾ നമുക്കിനി അങ്ങനെ കാണാം. മോള് വളരെ കെയറിങ് ആണ്, കുറച്ച് അഡ്ജസ്റ്റബിൾ ആണ്, കുറേ പ്ലാനിങ്ങുകളാണ്. ഒരു കാര്യങ്ങളും നമ്മൾ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അതുപോലെ ഓരോ പ്ലാനിങ് ചെയ്തിട്ട് ഒരുക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഈ മോളെ തമ്പുരാൻ തന്നത് ഒരു ഗിഫ്റ്റായിട്ട് തന്നെ ഞങ്ങൾ പരിഗണിക്കും. ആ ഗിഫ്റ്റ് ഞങ്ങൾ സെൻസിന് കൊടുക്കുകയാണ്. ദൈവത്തിനനുസരിച്ച് നമ്മളെ ഓരോ പ്ലാനുകളും, നമ്മളെ സമ്മതക്കായാലും കല്യാണമായാലും ഒക്കെ ദൈവത്തിൻ്റെ ഇടപെടലും പരിശുദ്ധാത്മാവിൻ്റെ വളരെ ഇടപെടലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഓരോ സംഭവങ്ങളിലും നമുക്ക് വെളിവാക്കണം. എന്താ പറയാ, അവളെ പറ്റിയൊന്നും പറയാനില്ല, വാക്കുകളില്ല, തികയില്ല വാക്കുകൾ. രണ്ട് പെൺകുട്ടികളാണ്. പക്ഷെ എല്ലാവരുടെ ഭാഗത്തുനിന്നും പെൺകുട്ടികൾ ഉണ്ടായത് കൊണ്ട് ഒരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ആൺകുട്ടികളുടെ പോലെ തന്നെയാവും എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇവളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഇവളുടെ ഭാവി കാര്യങ്ങളൊക്കെ ഇവൾ തന്നെ സ്വയം നന്നായി തിരഞ്ഞെടുത്തു. അത് ജോലിയുടെ കാര്യത്തിലായാലും അവളുടെ സ്വന്തം ജീവിതത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും, വിവാഹത്തിൻ്റെ കാര്യത്തിലും ഇതൊക്കെ അടിപൊളിയായി. ചുരുക്കം പറഞ്ഞാൽ ഒരു കോസ്റ്റ്യൂംസ് ആയാലും എല്ലാതും അവളുടെ പ്ലാനിങ് വളരെ കറക്റ്റായിരിക്കും. ഞങ്ങൾ അതിനോട് കൂടി സഹകരിക്കാറുമുണ്ട്. ഞങ്ങളുടെ തറവാട്ടിത്തെ രണ്ടാമത്തെ, അതായത് ഞാൻ കഴിഞ്ഞുള്ള രണ്ടാമത്തെ പെൺകുട്ടിയാണ്. അതെ. എന്നാലും എന്നെ പോലെ അല്ല, ഭയങ്കര ബോൾഡാണ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഞങ്ങളുടെ ഗിഫ്റ്റ്. എല്ലാ കാര്യങ്ങളും അവൾക്ക് സ്വയം ചെയ്യാനറിയാം. അങ്ങനെ ഒരു ഗട്സ് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞങ്ങളൊക്കെ അവളിൽ ഇൻസ്പയർ ആയിട്ടിരിക്കുകയാണ്. ഇതേപോലെ സോ ലക്കി. അതെ, നിന്റെ സിസ്റ്ററായി കിട്ടിയതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷം. married life, dear. Oh, thank you. Each other, one that different covers. We don't care anymore.
ഈ ശുശ്രൂഷകളിൽ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് പങ്കുവരാകാം. ദൈവസന്നിധിയിൽ ഈ വധുവരന്മാരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊഴി ബലി അർപ്പിക്കാം. സ്വർഗീയവരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന്റെ രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗണത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലായ കനികമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒളിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞാൻ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് അരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവേശ്വര
വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ തങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൗഢ്യങ്ങളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധി വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയയാക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യാവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സ്നേഹത്തിന്റെ കഥകൾ കൊയ്യാൻ പോകാം, വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കഥകൾ കൊയ്യാൻ പോകാം. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:1-11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും വേണ്ട, എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന കലവറക്കാരുടെ കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിയില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽക്കിട വീഞ്ഞാദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ത്തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സുവിശേഷത്തിലെ കാനായിലെ കല്യാണ വിരുന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. വചനത്തിലൂടെ നീളം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി ഈശോ ആദ്യമായിട്ട് ചെയ്ത അത്ഭുതത്തെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ ധ്യാനം പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ സെൻസിന്റെയും ഗിഫ്റ്റിയുടെയും ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ ഐശ്വര്യം ഉണ്ടാകാനും യോഗങ്ങൾ ഉണ്ടാകാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സെൻസൻ എൻ്റെ ഒപ്പം ഒരുമിച്ച് പഠിച്ച ആളാണ്. ഞങ്ങൾ വർഷങ്ങളേറെ ബന്ധമുണ്ട്. കളിക്കൂട്ടുകാരനാണ്. 5ാം ക്ലാസ് മുതൽ ഏകദേശം സെമിനാരി പോകുന്നവരെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഇടതിരിപ്പെട്ട സമയത്തും ഉണ്ടായിരുന്നാണ് എൻ്റെ വിശ്വാസം. സെൻസന്റെ അപ്പച്ചനെ അമ്മച്ചേക്ക് അറിയാം. അപ്പൻ എപ്പോഴും ഭയങ്കര സീരിയസ് ആണ്. അമ്മയാണ് കുറച്ചുകൂടി ചിരിക്കുന്ന ഒരാള്. ഞാൻ സെൻസന്റെ അമ്മാമ വയറ്റിരിക്കുമ്പോൾ സമയത്ത് വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അമ്മച്ചി ചായക്ക് തന്നിട്ടുണ്ട്. ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് സെൻസന്റെ ചേട്ടനെ വളരെ അകലെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. കാരണം അന്ന് ഒരു പീഡിപ്പിക്കുന്ന രൂപമാണ്, ഇന്നും വളരെ കുറവില്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്ന രീതിയുണ്ട് തോന്നുന്നു. സെൻസന്റെ അനിയൻ അന്ന് ചെറിയ കൊച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം വലിയ അത്യാവശ്യം എനിക്ക് സെൻസറായിട്ടാണ് കൂടുതൽ കമ്പനി. അതൊക്കെ അവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഒന്നും അറിയാത്തത് ഗിഫ്റ്റിയെ കുറിച്ചാണ്. സെൻസൻ എന്നോട് പറഞ്ഞ് പാവത്തിത്തെ കുറിച്ചാണ് നീ അറിയും എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അറിയത്തില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു.
അല്ല, അതിന്റെ തറവാടിന്റെ അടുത്താണ് വീട്. കാരണം ഞാൻ തറവാട്ടിക്ക് പോണ സമയത്താണ് സിൻസറിന്റെ വീട്ടിൽ കയറുക. ഏകദേശം ഒരു തോടുവരുമ്പന്റെ സമയത്ത്, അന്നൊക്കെ ഇപ്പോൾ ഉള്ളത് എനിക്ക് അറിയത്തില്ല, ആ വഴിക്ക് പോണ സമയത്താണ് സിൻസറിന്റെ വീട്. വടക്കിഴന്റെ വീട്ടില് ഹായ് പറഞ്ഞ് പോണ സമയത്ത് പിന്നെ അറിയാം എന്റെ തറവാട് എവിടെയാണെന്ന്. മലപ്പടിയിലാണ്. ഏകദേശം മലപ്പടിയിലാണ് ഗിഫ്റ്റിയുടെ വീട് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കത്തിയിട്ടില്ല, എനിക്ക് അറിയത്തില്ല ഗിഫ്റ്റിന് ശരിക്കും പറയാൻ. പക്ഷെ ഗിഫ്റ്റ് വിഷമിക്കണ്ട, ഗിഫ്റ്റിനെ കുറിച്ച് ആഘോഷമായ ഒരു പഠനം നടത്തിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഞാനിന്ന് മുപ്ലിയും ജാനാസും നടക്കുന്ന സമയത്ത് അവിടെ ജെയ്സൻ കാണാൻ നിങ്ങളുടെ പ്രൊഫഷണലച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു പാവർത്തിക്കല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ കല്യാണമാണ്, നീ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോണേന്ന് പറഞ്ഞു. കൃത്യം മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെ സിക്സൺ പറഞ്ഞായിരുന്നു, എൻ്റെ ഒരു കപ്പുച്ചനച്ഛൻ നമ്മുടെ ഗിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ജെയ്സൺ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ പേടിയായി. കാരണം ആള് ഞങ്ങളുടെ പ്രൊഫഷണലച്ഛനാണ്. അപ്പൊ അച്ഛൻ ഗിഫ്റ്റിനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച എത്താൻ പറ്റിയാത്തതിന്റെ ചില സാങ്കേതിക കാരണങ്ങൾ നിങ്ങൾ അറിയിച്ചു എന്നാണ് ആൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് സെൻസ് നിന്റെ കല്യാണത്തിനൊക്കെ വരാൻ സാധിച്ചതിന്. കാരണം ഒരുപാട് ദിവസത്തെ ഒരുക്കത്തില് എല്ലാ മാസവും വിളിക്കും, നീ എന്തായാലും വരണം, നീ ജോജിയുടെ പട്ടത്തിന് പോയി, ജോജിയുടെ കല്യാണത്തിന് പോയി, അമലിന്റെ കല്യാണത്തിന് വന്നു, അപ്പൊ എന്റെ കല്യാണത്തിന് നീ വരണം എന്ന് വാശി പിടിച്ച് ഇടക്കിടക്ക് ഗൾഫിൽ നിന്ന് മെസ്സേജ് വരും വാട്സപ്പിൽ. അത് വോയിസ് ആയിട്ടും ചാറ്റൊക്കെ ആയിട്ട് ഇടക്കിടക്ക് വിട്ടിരുന്നു. ഒരുപാട് സന്തോഷം, നീ കാര്യമായിട്ട് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകൾ നേരാണ്. സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആശംസിക്കുകയാണ്. കാനായിലെ കല്യാണം വരുന്നത് ഈശോ അത്ഭുതമാകാനായിട്ട് എടുത്ത ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഒരു വസ്തു എന്ന് പറയുന്നത് കൽഭരണികളാണ്. പ്രത്യേകിച്ച് 6 കൽഭരണികളാണ് ഈശോ തെരഞ്ഞെടുത്തത്. ഈ 6 കൽഭരണികളുടെയും ഒരു ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ കയ്യും കാലും കഴുകാനായിട്ട് യഹൂദർ മാറ്റി വെച്ച കൽഭരണികളാണ് ഈ 6 കൽഭരണികൾ. ഈ 6 കൽഭരണികളാണ് സമൂഹത്തിന് മുമ്പിലേക്ക് ഈ ക്രിസ്തു എടുത്ത് ഉയർത്തി വെക്കുന്നത്. ഈ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപൂർണമായ സംഖ്യയാണ് യഹൂദ പാരമ്പര്യത്തിൽ. യഹൂദർക്ക് ഒരു പൂർണ്ണമായ സംഖ്യയല്ല. കാരണം എപ്പോഴും അതൊരു സെക്കൻഡറി ആയ കാര്യമാണ്. ശുചീകരണ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്ന കൽഭരണികളാണ്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും യഹൂദർ കൊടുത്തിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അപൂർണമായ ഒരു നമ്പറാണ് 6 കൽഭരണികൾ. ശരിക്കും പൂർണ്ണമായ നമ്പർ 7ആണ്. അപ്പൊ അവിടെയാണ് ഈശോ ആ അപൂർണമായതിനെ പൂർണ്ണമാക്കാനായിട്ട് ആദ്യമായിട്ട് ക്രിസ്തു നടത്തിയ ആ വലിയ അത്ഭുതം. അതായത് അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള ഒരു വലിയൊരു അത്ഭുതം. സെൽസിനും ഗിഫ്റ്റിക്കും ഒരുപാട് അപൂർണതകളുണ്ട്. ക്രിസ്തു എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പൂർണ്ണതയാണ്. പക്ഷെ നമുക്ക് ഒരുപാട് അപൂർണതകളുണ്ട്, കുറവുകളുണ്ട്. പക്ഷെ ഈ കുറവുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഏറ്റവും സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ട് നിങ്ങൾ ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ അതിലേക്ക് ക്രിസ്തുവിന്റെ പൂർണ്ണത കടന്നു വരാണ്. ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുദ്ധിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന് അഭ്യർത്ഥിയിൽ പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണത്തിൽ വെച്ച് തന്റെ സ്ഥാനത്താൽ മധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം നൽകുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിലൂടെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുവോണത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ വലിയ ഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്നതായി കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. സെൻസൻ മിശിഹായുടെ നിയമവും
തിരുസഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ഗിഫ്റ്റിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഗിഫ്റ്റി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ സെൻസനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ലഭിക്കുന്ന ഈ താലി എന്ന ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസത്തിലും ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്ത അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളാണ് ആശീർവദിക്കാനും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകൂടി വെച്ചിരിക്കണം. കൃപാവരത്തിന്റെ അരച്ചു വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ നൽകിയിരിക്കുന്ന കാരുണ്യമായ കർത്താവെ, ഈ മന്ത്രകൂടിയാണ് ആശീർവദിക്കാനും പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്ഠരായി ജീവിച്ച് സുഹൃത്തിൽ മാത്രം വസ്ത്രം നെയ്യുവാൻ ഇവരെ ശക്തരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. എപ്പോഴും നിങ്ങളുടെ മാർഗദർശിയും എപ്പോഴും നിങ്ങൾ ഭരണകർത്താവ് സംരക്ഷകമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അവരെ വിശുദ്ധമാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും ഞങ്ങളെ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ. നിങ്ങൾ സമാധാനം നൽകുകയും നമുക്ക് എല്ലാവർക്കും എന്താവത്തോളം വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിശ്വസിക്കുകയും ചെയ്യാം. നിങ്ങൾ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി
പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുമ്പോൾ തിരിയിരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉറപ്പുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിലുമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
അങ്ങയുടെ സംരക്ഷണത്തിലെ തളരെല്ലാവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലവരെ നിർമ്മിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ ദുഷ്ടരികാമറിയത്തിന്റെ തിരുകുടുംബത്തിലെ നായകനായ മാറിയോസേഫിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിലാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. വിവാഹം എന്ന കൂടാശിയായ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവതയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂടാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേർക്ക് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമാവതിൽ അവിടുന്ന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. കവനപതിമായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ വിലവിടമേ സുസ്തി. ഉന്നതനായ താതൻ തന്നോട് രക്ഷയ്ക്കായി കന്യകയിൽ അങ്ങ് മണ്ണിയുടെ ജാതനായി സ്വർഗവാടി അങ്ങു താൻ വിധിയാളനായും വിശ്വസിക്കുന്നവർ ഇന്നും വിശ്വസിക്കുന്നവർ നിൻ കൃപാമൃതം ചിന്തനേ എന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിൽ അങ്ങേ സ്നേഹിതൻ ഒത്തുചേരാൻ കഴിയണേ. ഒത്തുചേരാൻ കഴിയണേ. ഞാൻ ദേശം വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ നവദമ്പതികളെ ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയബൗദ്ധികമായ ദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുകുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാൻ വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. Nothing good in me. You are love on display for all to see. You are light when the darkness closes in. You are hope, you have covered all my sin. You are peace when my fear is crippling. You are true, even in my wandering. You are joy, you're the reason that I sing. You are life, in you death is lost its sting.
മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മന്ദര കുങ്കുമണിഞ്ഞൊരുങ്ങ്, മിന്നി നിൽക്കൂ വിളക്കായി നീ, പൂത്തു നിൽക്കൂ പൂനിലാവായി, പ്രണയരാഗില മലരേ, പ്രണയപരാഗില മലരേ. കൊച്ചുകുറുമ്പിനൊരാവു പുലർന്നാൽ കല്യാണം. Rising sun hits the sky, see it open before us. Dear Gifty and Selson, you are here not because you met once and fell in love, never because your family and parents liked each other. It is purely the plan of the Almighty God. You both deserve and are indeed meant to be together. On this lovely occasion, on behalf of everyone gathered here, I wish you all the success and a great life together. ഇന്നത്തെ സ്പെഷ്യൽ ഡേ നിങ്ങളുടെ വെഡിങ് കഴിഞ്ഞിട്ട് ഹൗ ഡു യു പീപ്പിൾ ഫീൽ അബൌട്ട് ഈച്ച് അതർ? എ ഫ്യൂ വേർഡ്സ്. ഫീൽ ചെയ്യുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഒരുപാട് നാളായിട്ട് ഞങ്ങൾ കാത്തിരുന്നൊരു മൊമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ വിഷമങ്ങളൊന്നും തോന്നുന്നില്ല. മൊത്തത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് എന്തുണ്ടാവുന്ന അറിയില്ല. എന്നാലും ഇപ്പൊ ഹാപ്പിയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. ഈ പറഞ്ഞതുപോലെ തന്നെ കുറെ നാളായിട്ടുള്ള കണക്കൂട്ടലുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കല്യാണത്തിൻ്റെതായ ചടങ്ങുകൾ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും വേണം. ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ട് തമ്മിൽ കണ്ടപ്പോൾ വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ഈച്ച് അതർ? കണ്ടപ്പോ കുഴപ്പമില്ല, നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന കുട്ടി എനിക്ക് തോന്നി കണ്ടപ്പോ. ഗിഫ്റ്റിക്ക് എന്ത് തോന്നി? ഞാൻ നേരിട്ട് കണ്ട സമയത്ത് ആദ്യമായി കണ്ടപ്പോ ഒരു അപരിചിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നോക്കി. ഓക്കെ, അത്രേ ഉള്ളൂ. I feel the stage is incomplete without your families. The reason behind what you have today and what you are today. So let us invite your parents and siblings to share the space on the stage.
ആയിരം താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വട കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വട കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ്. കണ്ണാടി പുഴയിലെ പൂന്തിരകൾ. തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ. മിന്നൽ വട കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വട കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വട കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. സുന്ദരി പെണ്ണെ നിന്നെ കാണാൻ കൊതിയായി. നെഞ്ചില മോഹം മെല്ലെ കൂടും പതിവായി. പല നാളായോ പറയാനായോ, വഴിയോരം കാത്തു നിന്നോ, മിഴിയാകെ പൂത്തുവെന്നോ. ഞാൻ അറിയാതെ ഓർത്തിരുന്നോ എന്നെ മയക്കും നിന്റെ ചിരിയെ. സുന്ദരി പെണ്ണെ നിന്നെ കാണാൻ കൊതിയായി. നെഞ്ചില മോഹം മെല്ലെ കൂടും പതിവായി. മധുരിതമായൊരു പ്രായം മനസുലയും താമര നീ. ഇന്ന് മതിവര എന്റെ വിചാരം
നിന്നെ വരിയും ഹൃദയമയി വെള്ളിയറ എന്ന മായന്റെ അരികിൽ മെല്ലെ വരും ഇരുചിറകുള്ളൊരഴകെ കരിമഷി എഴുതിയ മിഴിയെ കണ്ട് കരളിൽ മഴവില്ല് വിരിയെ പനിമതി നീ മതി മൊഴിയിലെ തേന്മതി കനവുകൾ നിറയുവാനെന്നും സുന്ദരി പെണ്ണെ നിന്നെ കാണാൻ കൊതിയായി നെഞ്ചിലാ മോഹം മെല്ലെ കൂടും പതിവായി ഒരു പുഞ്ചിരി തന്നേ അരികത്തിരി വന്നേ ഒന്നു കളി പറഞ്ഞേ മുത്തടി വന്നേ തരികത്തിരിയില്ലേ അതിലെത്തിരി വീണേ മെല്ലെ മനം നിറഞ്ഞേ പ്രണയമറിഞ്ഞു വസന്തം മുന്നിലീ വൃന്ദാവനിയിൽ ചന്തമതിലൊരു പൂവിന് സ്വന്തം ഇതളഴിയും സമയമതിൽ എന്റെ കനവിലെ തേൻമുല്ലപ്പുഴയിൽ തോണി തുഴയുകയാണവളിനിയും നിറമുള്ളൊരാശകളുതിരും ചില്ലി മഴയിൽ നനയും ഇടവയിൽ നേരവും നിറവുകൾ നീളയും അവളിലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, വിവാഹം എന്ന കൂദാശയിൽ ഇവരെ ഒന്നാക്കിയതിനെ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഇവർ രണ്ടല്ല എന്ന അവബോധം ഇവരിൽ സദാ വളർത്തണമേ. ഇവർ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി കൊടുക്കണമേ. ഇവരുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് പ്രദാനം ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമരായി വളരുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വായന. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്കും സമാധാനം. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. മണവാളനെ എതിരേൽക്കാൻ വിളക്കുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണയെടുത്തില്ല. വിവേകമതികളാകട്ടെ വിളക്കുകൾക്കൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുകയും പരിശുദ്ധാത്മാവിനും സ്തുതി.